Some incidents can imprint an everlasting memory in our minds. Here we are discussing such a topic, Revolving Days by David Malouf. It is a chapter that is included in the text Kaleidoscope. It is a text for fourth sem UG students of Calcutta University. Calcutta University fourth sem UG വിദ്യാർത്ഥികൾക്ക് ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ടെക്സ്റ്റാണ് കാലഡോസ്കോപ്പ് കോമൺ കോഴ്സ് ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിലെ പോമാണ് റിവോൾവിംഗ് ഡേയ്സ് ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഡേവിഡ് മാലൂഫ്. David Malouf is a famous Australian novelist, poet, and short story writer. Australian writer, he is a poet, short story writer, and novelist. Here, the poem reflects a romantic affair of the poet in his youth, which made an everlasting imprint in his mind. ഈ കവിത അദ്ദേഹത്തിൻ്റെ യൂത്ത് ഏജിൽ യൗവന കാലഘട്ടത്തിലുള്ള ഒരു പ്രണയബന്ധം അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ആ ഒരു പ്രണയബന്ധത്തിന്റെ കഥയാണ്, അതിൻ്റെ ഒരു ഓർമ്മയാണ് ഈ കവിതയിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്. ഓക്കെ, then we can move on to the poem. Revolving Days by David Malouf. That year I had nowhere to go. അദ്ദേഹം ആ യുവത്വമാണ് വിവരിക്കുന്നത്. That year, ആ വർഷം means that year in which he was engaged in a love affair. ഒരു ലവ് അഫെയറിൽ പെട്ടുപോയ ആ വർഷം. ഹി ഹാഡ് നോവർ ടു ഗോ, എങ്ങും പോകാനില്ല, കാരണം ഈ പെൺകുട്ടിയുടെ പുറകെ തന്നെ നടക്കേണ്ടതുകൊണ്ട്. ഹി ഹാഡ് നോവർ ടു ഗോ, ദാറ്റ് മീൻസ് ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഗോ അനദർ പ്ലേസസ് ഓർ ഹി ഈസ് നോട്ട് റെഡി ടു സ്പെൻഡ് ടൈം ഇൻ അതർ മാറ്റേഴ്സ്. അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളിലൊന്നും സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എങ്ങും പോകാൻ കഴിഞ്ഞില്ല. I fell in love. കാരണം എന്താണ്? I fell in love, ഞാൻ പ്രണയബന്ധത്തിലാണ്. എ മിസ്റ്റേക്ക്, അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്, ഒരു തെറ്റാണ്. ഓഫ് കോഴ്സ്, ബട്ട് ഇറ്റ് ലാസ്റ്റഡ് ആൻഡ് ഹാസ് ലാസ്റ്റഡ്. പക്ഷേ ഇറ്റ് ഈസ് ലാസ്റ്റഡ് ഫോർ എവർ, കുറെ കാലം നിലനിന്നിരുന്ന ഒരു പ്രണയബന്ധം. ആൻഡ് ഹാഡ് ലാസ്റ്റഡ് ഫോർ എവർ. ദ ഓൾഡ് ടഗ് ഓഫ് ദ ഹാർട്ട്, ഇറ്റ് ഈസ് ആൻ ഓൾഡ് ടഗ് ഓഫ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടംവലി. അതായത് ഈവൻ ദോ വി ആർ ട്രൈങ് ടു ഫോർഗെറ്റ്, ദീസ് മെമ്മറീസ് കെയിം ഇൻ യുവർ മൈൻഡ്. മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ. ദ ഗ്രേസ് അൺആസ്ക്ഡ് ഫോർ, ഇറ്റ് ഈസ് എ ഗ്രേസ്. ഗ്രേസ് മീൻസ് ഇറ്റ് ഈസ് എ ബ്ലിസ്, ഒരു അനുഗ്രഹമാണ്. ആൻഡ് ഇറ്റ് ഈസ് അൺആസ്ക്ഡ് ഫോർ, അൺആസ്ക്ഡ് മെമ്മറിയാണ്. അതായത് നമ്മൾ പറയാതെ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഇടയ്ക്ക് കയറി വരുന്ന ഓർമ്മകൾ, ആ പ്രണയബന്ധത്തിന്റെ ഓർമ്മകൾ. അർജൻസീസ് ദാറ്റ് ബൂം അണ്ടർ ദ പോക്കറ്റ് ഓഫ് എ ഷർട്ട് ആൻഡ് ഇറ്റ് ആസ്ക്ഡ് മീ ടു ബൈ സം ഷർട്ട്സ്. ഈ ഒരു പ്രണയബന്ധത്തിലാകുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു ബ്യൂട്ടിയിലേക്ക്, ഹി ബിക്കം മോർ കോൺഷ്യസ് ഓഫ് ഹിസ് ബ്യൂട്ടി. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മൊഞ്ചനായി നടക്കാൻ തീരുമാനിക്കുന്നു. ആൻഡ് when I remember is the color of the shirts, and he began to remember the color of the shirts. What I remember is the color of the shirts. Then he began to remember the color of the shirts that he had bought. I had bought them as an experiment in the way of seeing myself, and he bought all these shirts to see him as a handsome person. ഒരു നല്ല സുന്ദരക്കുട്ടനായിട്ട് കാണപ്പെടാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ ഷർട്ടൊക്കെ വാങ്ങിയത്. ഹോപ്പിംഗ് ടു ക്യാച്ച് ഇൻ ദ വിൻഡോ ആസ് ഐ പാസ്ഡ് വാട്ട് ഐ വാസ് ടു ബി ഇൻ മൈ ന്യൂ ലൈഫ് ആസ് എ ലവർ. ആൻഡ് വൈൽ ഹി വാസ് പാസിംഗ് ഹി വാച്ച്ഡ് ദ റിഫ്ലക്ഷൻ ഇൻ ദ വിൻഡോ. നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ, ഗ്ലാസ് ഇട്ട ഭാഗത്ത് പോയിട്ട് നമ്മളുടെ റിഫ്ലക്ഷൻ നോക്കുക. അതേപോലെ ഹി ഓൾവേസ് യൂസ്ഡ് ടു വാച്ച് ദിസ് റിഫ്ലക്ഷൻ ഇൻ ദ വിൻഡോ. അതേപോലെ തന്നെ ആൻഡ് ഹി വാണ്ട്സ് ടു നോ വാട്ട് ഈസ് ഹിസ് ന്യൂ ലൈഫ് ആസ് എ ലവർ. ഒരു ലവർ എന്ന നിലയിൽ തൻ്റെ പുതിയ ജീവിതമാണ്, ഒരു പുതിയ ആ ഒരു പ്രവേശനമാണ്, ഒരു പുതിയൊരു ഭാഗമായി മാറുകയാണ്. അതെങ്ങനെയാണ്, അതെങ്ങനെയുണ്ട് എന്ന് നോക്കേണ്ടിയിട്ട് അദ്ദേഹം ജനലിൻ്റെ അടുത്ത് പോയി നോക്കാറുണ്ട്. ആൻഡ് വൺ മിൻറ്റ് ഗ്രീൻ, ഇനി അദ്ദേഹം പറയുന്നു കളർ ഏതൊക്കെയാണ്. വൺ മിൻറ്റ് ഗ്രീൻ, വൺ പിങ്ക് ആൻഡ് ദ തേർഡ് കോൾഡ് ഐബി ലീക്ക്. 3 ഷർട്ടുകൾ. അത് എക്സാമിന് ചോദിക്കാം. വാട്ട് ആർ ദി ത്രീ ഷർട്ട്സ് ദാറ്റ് ഹി ബോട്ട്. അദ്ദേഹം 3 ഷർട്ടുകൾ വാങ്ങിയത്. ഒന്ന് മിൻറ്റ് ഗ്രീൻ കളറാണ് അതിൻ്റെത്, 1 മിൻറ്റ് ഗ്രീൻ.
then one pink, and the third one is Ivy League, tagged with dark strips. നല്ല കറുത്ത വരകളുള്ള ഒരു ഷർട്ട്. മൈ ഫസ്റ്റ് ബട്ടൺ ഡൗൺ കോളർ ഷർട്ടുകൾ, ഇതൊക്കെ അദ്ദേഹം ഓർത്തു. വി നെവർ റൈറ്റ്, ഒരിക്കലും എഴുതിയിരുന്നില്ല. വി നെവർ റൈറ്റ് ബട്ട് സംടൈംസ് നോട്ടിങ് മൈ ടൈ അറ്റ് ദ മിറർ. Noting my tie at the mirror means we spend a lot of time before the mirror. One of those cells I had expected steps into the room. One of those cells, the self of a lover. ഒരു ലവർ എന്ന ആ ഒരു രൂപം എൻ്റെ മനസ്സിലേക്ക് വന്നു. And that self came into my room. That means in the room I always try to be a lover. കാരണം ആ പുതിയ ഒരു കാമുകനൊക്കെ ആവുന്ന സമയത്ത് ഫുൾ ടൈം കണ്ണാടിയുടെ മുന്നിലായിരിക്കും, ഫുള്ള് മഞ്ചാക്കുന്ന അല്ലെങ്കിൽ ആ സുന്ദരി അല്ലെങ്കിൽ സുന്ദരനാക്കുന്ന ആ ഒരു തിരക്കിലായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് റൂം യു ആർ വെയിറ്റിംഗ് ഇൻ ദ നെക്സ്റ്റ് റൂം. We have yet not taken back life. We promised in pour into each other's mouths forever and forever. We always shared the terms, shared the words. എന്താണ് നമ്മളെപ്പോഴും പറയാറുണ്ടായിരുന്നു, ഫോർ എവർ ആൻഡ് ഫോർ എവർ. എല്ലായ്പ്പോഴും നമ്മൾ ഒരുമിച്ചായിരിക്കുമെന്ന് നമ്മൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. നമ്മൾ മരണം വരെ നമ്മൾ ഒരുമിച്ചായിരിക്കും, മരിച്ചാലും നമ്മൾ ഒന്നിച്ചായിരിക്കും എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് വൈൽ ഐ ചൂസ് ബിറ്റ്വീൻ ചേഞ്ചസ് ടു സർപ്രൈസ് യു, നിന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ പല വേഷങ്ങൾ സ്വീകരിക്കുമ്പോഴും അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നീ എപ്പോഴും പറയുമായിരുന്നു ഫോർ എവർ ആൻഡ് ഫോർ എവർ. ഒരിക്കലും ഞാൻ പിരിയില്ല, എല്ലാ കാലവും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നൊക്കെ മോഹന വാഗ്ദാനങ്ങൾ, അങ്ങനെയുള്ള പല പല വാക്കുകളും പറഞ്ഞിരുന്നു. റിവോൾവിംഗ് ഡേയ്സ് മൈ ഹാർട്ട് ഇൻ മൈ മൗത്ത് അഗെയിൻ. റിവോൾവ് മീൻസ് these days or these memories came back. റിവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങാനാണ്. ഇതിന്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. റിവോൾവിംഗ് ഡേയ്സ്, ദാറ്റ് മീൻസ് ദ മെമ്മറീസ് ഇൻ ഹിസ് യൂത്ത് കെയിം ബാക്ക് ടു ഹിസ് മെമ്മറീസ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലെ പഴയ കാലം വീണ്ടും ഓർമ്മയിലേക്ക് വരുന്നതാണ്. ആൻഡ് മൈ ഹാർട്ട് ഇൻ മൈ മൗത്ത് അഗെയിൻ. ഐ ആം റൈറ്റിംഗ് ദിസ് ഫോർ യു. ഐ ആം റൈറ്റിംഗ് ദിസ് പോം ഫോർ യു. ആൻഡ് വെനെവർ യു ആർ, whoever is staring into your blue eyes, and I don't know where are you now. നീ ഇപ്പോഴെവിടെയാണെന്ന് അറിയില്ല. ബിക്കോസ് വി ആർ സെപ്പറേറ്റഡ്. നമ്മൾ സെപ്പറേറ്റഡ് ആണ്. ആ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചതിന് ശേഷം നമ്മൾ രണ്ടും രണ്ട് ദിക്കിലേക്കായി മാറി. ഇപ്പം നീ എവിടെയാണെന്ന് എനിക്കറിയില്ല. ആൻഡ് whoever is staring into your blue eyes, and I don't know who is with you now. നിന്റെ കൂടെ ഇപ്പോഴാരാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ നീ ഒരു പക്ഷേ യു മേ ബി മാരീഡ്, നീ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അയാളുടെ അടുത്താണോ അല്ലെങ്കിൽ നീ എവിടെയാണ്, ആരുടെ കൂടെയാണ് നീ ഇപ്പോഴെന്നൊന്നും എനിക്കറിയില്ല. ആൻഡ് ഇറ്റ് ഈസ് മീ, ഐ ആം സ്റ്റിൽ ഹിയർ. ഇത് ഞാനാണ്. ആൻഡ് ഐ ആം സ്റ്റിൽ ഹിയർ ഇൻ മെമ്മറി ഓഫ് യു. നിന്റെ ഓർമ്മകളിൽ ഞാനിപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മകളിൽ നീ എപ്പോഴും ഉണ്ട്. നോ, ഡോണ്ട് വറി. പക്ഷേ എന്ത് ചെയ്യണ്ട, നീ പേടിക്കണ്ട. ഞാനിത് നിനക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. നീ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും. പക്ഷെ ഡോണ്ട് വറി, പേടിക്കൊന്നും വേണ്ട. ഐ വോണ്ട് അപ്പിയർ ഔട്ട് ഓഫ് ദാറ്റ് ഓൾഡ് ടൈം ടു ഡിസ്കംഫർട്ട് യു. ഐ നെവർ അപ്പിയർ ബിഫോർ യു. നിന്റെ മുന്നിൽ ഞാൻ ഒരിക്കലും പ്രത്യക്ഷപ്പെടില്ല. ടു ഡിസ്കംഫർട്ട് യു, നിന്നെ അസ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ട്. കാരണം പഴയ കാമുകനെ കാണുന്ന സമയത്ത് ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത, അതിന് ഞാൻ ഒരിക്കലും ഇടവരുത്തില്ല. നിന്നെ ഞാൻ ഒരിക്കലും ശല്യം ചെയ്യില്ല. ആൻഡ് നോട്ട് അറ്റ് ദി ഡിസ്റ്റൻസ്, വളരെ ദൂരത്ത് മാത്രം, അല്ലെങ്കിൽ നീ കാണാത്തടത്ത് മാത്രമേ ഞാനുള്ളൂ. ആൻഡ് ഐ ആം നോട്ട് ഹോൾഡിംഗ് മൈ ബ്രെത്ത് ഫോർ എ റിപ്ലൈ. That means I am not waiting for a reply. You are always in my mind. അത് മതി എനിക്ക്. കാരണം ആ ഓർമ്മകളും നീയും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും. അല്ലാതെ ഒരിക്കലും ഐ വിൽ നെവർ ട്രൈ ടു ഡിസ്കംഫർട്ട് യു ഓർ ഐ വിൽ നെവർ അപ്പിയർ ബിഫോർ യു. ഇതാണ് ഈ കവിതയിൽ ഡേവിഡ് മാലൂഫ് പറയുന്നത്.
The poem is written in 3 stanzas that are divided into uneven set of lines. ഇത് ഒരു കൃത്യമായ ഓർഡർ അല്ലെങ്കിൽ റൈം സ്കീം ഇല്ലാതെ എഴുതപ്പെട്ട ഒരു പോമാണ്. ആൻഡ് ഇറ്റ് ഹാസ് 3 stanzas, 3 സ്റ്റാൻസകളാണ്. The first stanza has 10 lines, second stanza contains 7 lines and the third one has 6 lines. നമ്മൾ പറഞ്ഞു അൺഈവൻ സെറ്റ്സ് ഓഫ് ലൈൻസ് ആണുള്ളത്. ആദ്യത്തെ സ്റ്റാൻസയിൽ 10 ലൈൻസ് ആണ്, സെക്കൻഡ് സ്റ്റാൻസയിൽ 7 ആണ്, തേർഡ് സ്റ്റാൻസയിൽ 6 ലൈൻസ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് നോ പെർട്ടിക്കുലർ റൈം സ്കീം. ഒരു പ്രത്യേക റൈം സ്കീം ഒന്നുമില്ല. ആ ഓർമ്മകൾ ഫ്ലാഷ് ബാക്ക് പോലെ അദ്ദേഹം ഓർക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ ആൻഡ് ദ പോം എൻഡ്സ് ഇൻ ദ പ്രസന്റ് സ്റ്റേറ്റ്. അദ്ദേഹം പറയുന്നു ഇറ്റ് ഈസ് എ പ്രോമിസ് ദാറ്റ് ഹി ഈസ് റിവീലിംഗ് ദാറ്റ് ഹി വിൽ നെവർ അപ്പിയർ ബിഫോർ ദാറ്റ് ലേഡി. തൻ്റെ കാമുകിയുടെ മുന്നിൽ ഒരിക്കലും പ്രത്യക്ഷപ്പെടില്ല എന്ന ഒരു പ്രോമിസോട് കൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത്. These are the main points. Hope you enjoyed it.